LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കും നേതാക്കൾക്കുമെതിരെ NDA മുന്നണിയും സ്ഥാനാർത്ഥിയും നടത്തുന്ന വ്യക്തിപരമായ വ്യാജ പ്രചരണങ്ങൾ പ്രതിരോധിക്കാൻ LDF തീരുമാനം. വ്യാജ പ്രചരണങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് LDF നേതാവ് VS സുനിൽകുമാർ. LDF നാട്ടിക മണ്ഡലം പ്രകടന പത്രിക പ്രകാശനം ചെയ്ത വാർത്താസമ്മേളനത്തിലായിരുന്നു VS സുനിൽകുമാറിന്റെ പ്രതികരണം. ഗീതാ ഗോപിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് CC മുകുന്ദൻ MLAയുടെ മുൻ ഓഫീസ് അസിസ്റ്റന്റ് അസ്ഹർ മജീദിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ ചെർപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ചെന്ന കേസും അസ്ഹർ മജീദിന്റെ പേരിലുള്ളതായി VS സുനിൽകുമാർ പറഞ്ഞു. ഗീതാ ഗോപിക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചത് NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ അറിവോടെയാണ്. ഇക്കാര്യത്തിൽ CC മുകുന്ദന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ നല്ല നിലയിലുള്ള പരിഗണനയും സഹായവും ജോലിയും നൽകിയാണ് CC മുകുന്ദനെ സംരക്ഷിച്ചത്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ മുഴുവൻ വായ്പാ കുടിശ്ശികയും പാർട്ടി അടച്ചു തീർത്തു. വീട് നിർമ്മിച്ചു നൽകാൻ പാർട്ടി തീരുമാനിച്ചെങ്കിലും അതിനുള്ള ബാങ്ക് അക്കൌണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാൻ അനുവദിക്കണമെന്ന നിബന്ധന വെച്ചതിനാൽ നടക്കാതെ പോയി. ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന കള്ളപ്രചാരണങ്ങൾ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുമെന്നും ഇത്തവണയും ഭൂരിപക്ഷത്തോടെ ഗീതാ ഗോപി വിജയിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേശ് കുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, AS ദിനകരൻ, KP സന്ദീപ്, KK ജോബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരായി ഒട്ടനവധി വളരെ ഹീനമായിട്ടുള്ള പ്രചരണങ്ങൾ, ഒരുപക്ഷെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർക്ക് കുടുംബപരമായും വ്യക്തിപരമായിട്ടും അവരെ വലിയ തോതിൽ അവരെ വിഷമിപ്പിച്ച നിരവധി ആരോപണങ്ങൾ അപ്പുറത്തുണ്ട്. അത് പ്രധാനമായിട്ട് NDAയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. എന്നാൽ UDFന്റെ ഹാൻഡുകളിൽ നിന്നും അത് ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഇവിടുത്തെ നേതാക്കന്മാർ ഏകദേശം 14ഓളം പരാതികൾ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ കൊടുക്കുന്നുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചില അറസ്റ്റുകളൊക്കെ നടന്നു. അപ്പം അതിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണല്ലോ പോലീസ്, സർക്കാരിന്റെ കീഴിലല്ല പോലീസ്. ഇലക്ഷൻ കമ്മീഷനും പോലീസിനും വ്യക്തമായിട്ട് തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് വന്ന് ഇടപെട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇങ്ങനെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് വെളിവാക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അപ്പം അതിൽ BJP വളരെ ഗൗരവത്തോടുകൂടി കാണുന്നതാണ് എനിക്ക്. കാരണം ഇത് ഈ രീതിയിലേക്ക് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളും വ്യക്തിപരമായ താല്പര്യത്തിൻ്റെയും പേരിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു പാർട്ടി ഏറ്റെടുക്കുന്നത് ശരിയാണോ എന്നുള്ളത് BJP ആലോചിക്കുന്നു.